പാലക്കാട് നെന്മാറ മണ്ഡലത്തിൽ എൻഡിഎയും എൽഡിഎഫും തമ്മിലാണ് മത്സരമെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി എൻ അനുരാഗ്. മണ്ഡലത്തിൽ ഒരിടത്തും വികസനം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത സ്ഥിതിയാണ്. നെൽകർഷകർ ധാരാളമുള്ള മണ്ഡലത്തിൽ കർഷകർ സമാനതകളില്ലാത്ത ദുരിതമാണ് അനുഭവിക്കുന്നതെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. അരുൺ ആലത്തൂർ തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക്. പാലക്കാട് നെന്മാറ നിയോജക മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. എൻഡിഎ സ്ഥാനാർത്ഥിയായി നെന്മാറയിൽ മത്സരിക്കുന്ന എൻ അനുരാഗ്, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. എങ്ങനെയാണ് നെന്മാറയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുന്നത്? എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷ? 100% ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് എൻഡിഎക്ക് അനുകൂലമായ വിധിയെഴുത്ത് തന്നെയായിരിക്കും. LDFൻ്റെയും UDFൻ്റെയും പരാജയം ഈ തെരഞ്ഞെടുപ്പ് സുനിശ്ചിതമാണ്. മണ്ഡലത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കഴിഞ്ഞ 69 കൊല്ലം പ്രതിനിധാനം ചെയ്ത LDFനും UDFനും കഴിയാതിരുന്നത് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ശക്തമായ അമർഷമുണ്ട്. 69 വർഷം അവസരം കിട്ടിയിട്ടും ചെയ്യാൻ കഴിയാത്ത LDFും UDFും വേണ്ട വികസന വിരോധികൾ, വികസന മുരടിപ്പിൻ്റെ കാരണം അവരാണ് എന്നുള്ള തിരിച്ചറിവ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പെടുത്താലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഒക്കെ 10-30,000-ലേറെ വോട്ടുകൾ ഇവിടെയുണ്ട്. അപ്പം കുറച്ചുകൂടെ വോട്ടുകൾ നേടിയാൽ വിജയത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കണക്കുകൾ പരിശോധിക്കുമ്പോൾ പാർട്ടിക്കും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അങ്ങേക്ക് മനസ്സിലായത്? തീർച്ചയായും ഈ മണ്ഡലത്തിൽ എൻഡിഎക്ക് ശക്തമായ വേരോട്ടമുണ്ട്. മിക്ക പഞ്ചായത്തുകളിലും പ്രതിപക്ഷം എന്ന് പറയുന്നത് BJP ആണ്, NDA ആണ്. മുതലമട പഞ്ചായത്ത്, കൊല്ലങ്കോട്, കൊടുവായൂർ തുടങ്ങിയത്, നെല്ലിയാമ്പതി ഉൾപ്പെടെയുള്ളത് 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് LDFും NDAയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണുള്ളത്. ഇവിടെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. ഒട്ടനവധി വികസന പ്രശ്നങ്ങൾ നമ്മൾ ജനം TV തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന്, പാലങ്ങൾ ഇല്ലാത്തത്, പൊളിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് കാലം ഇത് പണിയാതിരുന്നത്. അതുപോലെ തന്നെ തേക്കടി അലിമുക്കൻ കോളനിയിലേക്കൊക്കെ വഴിയില്ലാതെ, വനപാത കൃത്യമായിട്ട് നിർമ്മിക്കാതെ വനവാസികൾ കാലങ്ങളോളം സമരം ചെയ്യേണ്ടി വന്ന ഒരു ഗതികേട്, അവർക്ക് 10-60 കിലോമീറ്റർ ചുറ്റി വരേണ്ടി വന്ന സാഹചര്യം. അതുപോലെ നെല്ലിയാമ്പതി ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രളയത്തിൽ നശിച്ച് ആ പുനർനിർമ്മാണം എന്നുള്ളത് അവിടെ ഇനിയും പൂർത്തിയാവാത്ത സ്ഥിതി. അപ്പോൾ ഇതെല്ലാം ഈ ഇത്തരം ജനകീയ വിഷയങ്ങൾ തന്നെയാണോ പ്രധാന ചർച്ചാ വിഷയം? 100% ഈ മണ്ഡലത്തിൽ 69 കൊല്ലമായി മുടങ്ങിക്കിടക്കുന്ന വികസന പദ്ധതികളെല്ലാം ജനം തിരിച്ചറിയുന്നുണ്ട്. ഈ പറഞ്ഞ താങ്കൾ സൂചിപ്പിച്ച നെല്ലിയാമ്പതി ടൂറിസത്തിൻ്റെ പ്രശ്നം, അവിടെ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയിലെത്തുമ്പോൾ ആ വിനോദസഞ്ചാരികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള കംഫർട്ട് സ്റ്റേഷൻ സംവിധാനം പോലും ഇല്ല. ജനങ്ങൾ വീർപ്പുമുട്ടുകയാണ്. അവിടെ ടൂറിസം സാധ്യതകൾ ഉണ്ടായിട്ടും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല. അവിടുത്തെ ആളുകൾ താഴേക്ക് വരുന്നു. പറമ്പിക്കുളത്തുള്ള വനവാസി മേഖലയിലുള്ള കുടുംബക്കാർക്ക് സ്വന്തം പഞ്ചായത്തിലും വില്ലേജിലും വരണമെങ്കിൽ 60 കിലോമീറ്ററോളം തമിഴ്നാട് വഴിക്ക് യാത്ര ചെയ്ത് വേണം. രാത്രി സമയങ്ങളാണെങ്കിൽ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റിൽ നിന്നും അനുമതി വാങ്ങണം. അതുപോലെ തന്നെ ഒരു അസുഖം വന്നാൽ ചുമരിലേറ്റിക്കൊണ്ടാണ് ഈ 15-20 കിലോമീറ്ററോളം യാത്ര ചെയ്ത് വീണ്ടും തമിഴ്നാട് വഴി 60 കിലോമീറ്റർ എത്തിയിട്ടാണ് അങ്ങനെ വരുന്നത്. ഇതൊന്നും ഈ 69 കൊല്ലം അവസരം കിട്ടിയിട്ടും ഒരു 4 കിലോമീറ്റർ വനപാത സൃഷ്ടിച്ചെങ്കിൽ അവരുടെ ഗതാഗതം സുഗമമായേനെ. സ്വന്തം പഞ്ചായത്തിലേക്ക് വരാൻ പോലും യാത്രാ സൗകര്യമില്ലാതെ വിലപിക്കുന്ന, ഇലക്ട്രിസിറ്റി സംവിധാനമില്ലാതെ, കുടിവെള്ളമില്ലാതെ വിലപിക്കുന്ന നിരവധി ഗ്രാമങ്ങൾ പറമ്പിക്കുളം തേക്കടിയിലുണ്ട്. അവരൊറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ LDFനും UDFനും ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അവിടെ സ്ഥാനാർത്ഥികൾക്ക് പോലും അവിടെ കയറി ചെന്ന് വോട്ട് അഭ്യർത്ഥിക്കാൻ കഴിയാത്ത രീതിയിലാണ്. മുഴുവൻ വീടുകളിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായിട്ട് അവർ വീടുകളിൽ സജീവമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കൊല്ലങ്കോടിലേക്ക് വരുമ്പോൾ കൊല്ലങ്കോട് വലിയ ടൂറിസം സാധ്യതകളുള്ളതാണ്. ഒപ്പം ധാരാളം നെൽകർഷകരുള്ള മേഖല കൂടെയാണ്. കർഷകരുടെ നെല്ലിപ്പോഴും സംഭരിക്കാതെ നമ്മൾ പോകുമ്പോൾ തന്നെ പലയിടത്തും പറയുന്നുണ്ട്. അതൊരു ചർച്ചാ വിഷയമാണോ? അതുപോലെ തന്നെ ഈ ടൂറിസം മേഖലയിൽ ഒരു വികസനവും ഇല്ലാത്തതും വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാണോ? നെൽകർഷകരുടെ കാര്യങ്ങളിൽ ഇത്രയും അവഗണന നേരിട്ടൊരു കാലഘട്ടം ഇതുവരെ ഉണ്ടായിട്ടില്ല. കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി ഗവൺമെൻറ് ഓരോ സീസണിലും താങ്ങുവില വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ മോദി ഗവൺമെൻറ് താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്, പിണറായി ഗവൺമെൻറ് താങ്ങുവില വെട്ടിച്ചുരുക്കുകയാണ്. അതുപോലെ തന്നെ സമയത്തിന് നെല്ല് സംഭരിക്കുന്നില്ല, സംഭരിച്ചാൽ തന്നെ പണം കൊടുക്കുന്നില്ല. ഇത് കർഷകരെ ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ കൊടിയ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നത് കർഷകർ തിരിച്ചറിയും. അതുപോലെ കർഷക പെൻഷൻ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത്, ഇതെല്ലാം ജനം തിരിച്ചറിയുന്നുണ്ട്. കർഷകരുടെ ഭാഗത്തുനിന്ന് നല്ല അനുകൂലമായ സാഹചര്യമാണുള്ളത്. പറമ്പിക്കുളം കരാർ, കാലഹരണപ്പെട്ട പറമ്പിക്കുളം കരാർ പുതുക്കാതെ കേരളത്തിന് അർഹതപ്പെട്ട വെള്ളം ഇപ്പോഴും തമിഴ്നാട് തരാതെ കൊണ്ടുപോവുകയാണ്. 365 ദിവസം കോണ്ടൂർ കനാൽ എന്നുള്ള കരാറിന് വിരുദ്ധമായ ഒരു കനാൽ നിർമ്മിച്ചുകൊണ്ട് തമിഴ്നാട് മധുര ജില്ല വരെ ഈ വെള്ളം ഉപയോഗിക്കുമ്പോൾ ഈ പറമ്പിക്കുളം ഡാം സ്ഥിതി ചെയ്യുന്ന മുതലമട പഞ്ചായത്ത് വരൾച്ചയിലാണ്. അവിടെ കുടിവെള്ള ക്ഷാമം രൂക്ഷമാണ്.
ഒരുപക്ഷെ പറമ്പിക്കുളം വെള്ളം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ മണ്ഡലം നെന്മാറ നിയോജകമണ്ഡലം മാത്രമല്ല പാലക്കാട് ജില്ലയിലെ വരൾച്ചയ്ക്ക് ഒരുവിധം പരിഹാരം കാണാൻ കഴിയുമായിരുന്നു. അത് നടപ്പിലാക്കുന്നില്ല. കുരിയാർകുറ്റി കാരപ്പാറ പ്രൊജക്റ്റ് 80കളിൽ തുടങ്ങിയ പ്രൊജക്റ്റ് ഇപ്പോഴും പറഞ്ഞു കേൾക്കുകയല്ലാതെ പ്രാവർത്തികമാക്കാൻ കഴിയില്ല. ഇങ്ങനെ നൂറ് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. കേരളം ചർച്ച ചെയ്ത ഒരു കുട്ടി വിനോദിനി എന്നുള്ള പേര് മറക്കാതെ പോകുന്നത്, കളിച്ച് വീണ് കിടന്ന ഒരു കുട്ടിയുടെ കൈത്തണ്ടിൽ ഹോസ്പിറ്റലിൽ പോയപ്പം അവസാനം ആ കൈ മുറിച്ചു മാറ്റുന്ന അവസ്ഥ, ഇതെല്ലാം ജനം ചർച്ച ചെയ്യുന്നുണ്ട്. സർക്കാർ ആശുപത്രി തന്നെയാണ് വാർത്ത പുറത്ത്. തീർച്ചയായും അത് പുറത്തു കൊണ്ടുവന്ന ജനം TV തന്നെയാണ്. ആ വേദന സർക്കാർ ആശുപത്രി എവിടെ എത്തി നിൽക്കുന്നു? ഒരു മറ്റു അസുഖമല്ല, കൈ വീണ് പരിക്കേറ്റ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ട സാഹചര്യം, ഇതെല്ലാം ഈ മണ്ഡലത്തിലാണ് നടന്നത്. ജനം തിരിച്ചറിയുന്നുണ്ട്. ഇങ്ങനെ മണ്ഡലത്തിൽ മറ്റൊരു കാര്യം, ഇവിടെ സർക്കാർ കോളേജ് ഇല്ലാത്ത ഏക മണ്ഡലം നെന്മാറ മണ്ഡലമാണ്. ആയിരക്കണക്കിന് കുട്ടികൾ കോയമ്പത്തൂരിലേക്ക് സെം ഫീസ് അടച്ചുകൊണ്ട് 25,000 30,000 സെം ഫീസ് അടച്ച് പ്രൈവറ്റായിട്ട് പഠിക്കുകയാണ്. ഈ മണ്ഡലത്തിൽ നെന്മാറ NSS കോളേജ് സാങ്കേതികമായി നെന്മാറ കോളേജ് ആണെങ്കിൽ അത് ആലത്തൂർ മണ്ഡലത്തിലാണ്, മേലാർകോട് പഞ്ചായത്ത്. ഈ മണ്ഡലത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിനകത്ത് ഒരു ഗവൺമെൻറ് കോളേജ് പോലും 69 കൊല്ലമായിട്ട് സ്ഥാപിക്കാൻ കഴിയാത്ത ജനപ്രതിനിധികളാണ് ഇവിടെ. ജനം ചോദിക്കുന്നുണ്ട്, ഇങ്ങനൊരു ജനപ്രതിനിധി ഞങ്ങൾക്ക് എന്തിനാണ്? അതിന് LDF-നും തുല്യ പങ്കാണ്, UDF-നും പങ്കാണ്. അതുകൊണ്ട് തന്നെ വികസനം ആണ് ഞങ്ങൾ പറയുന്നത്. നരേന്ദ്രമോദി ഒരു രാജ്യത്ത് വികസനം ഉണ്ടാക്കാൻ വെറും 10 കൊല്ലം കൊണ്ടാണ് ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യയെ പിടിച്ചുയർത്തിയെങ്കിൽ 70 വർഷം അവസരം കിട്ടിയിട്ടും ഒരു അവസരവും പ്രയോജനപ്പെടുത്താതെ 6 ലക്ഷം കോടിയുടെ സാമ്പത്തിക കടക്കണിയിലേക്ക് കേരളത്തെ തള്ളിവിട്ടതിൽ LDF-നും UDF-നും തുല്യ പങ്കുണ്ട്. ക്ഷേത്രങ്ങളുടെ വിശ്വാസത്തെ പോലും ഹനിക്കുന്ന രീതിയിൽ, ക്ഷേത്രത്തിൻ്റെ സമ്പത്ത് പോലും സംരക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സംവിധാനം വന്നതിൻ്റെ ഉത്തരവാദിത്വം ഭരണപക്ഷത്തിനുമുണ്ട്, പ്രതിപക്ഷത്തിനുമുണ്ട്. LDF-ഉം UDF-ഉം കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ CPM-നും കോൺഗ്രസിനും ഈ വികസന മുരടിപ്പിൽ കേരളത്തെ പുറകോട്ടടിച്ചതിൽ പ്രധാന പങ്കുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നത് വികസനമാണ്. നരേന്ദ്രമോദി 10 വർഷം കൊണ്ട് ലോകത്തിന് കാണിച്ചു തന്ന വികസന അജണ്ടയാണ് ഞങ്ങളുടെ മുൻപിലുണ്ട്. ഞങ്ങളെ പ്രതിരോധിക്കാൻ CPM-നും കഴിയുന്നില്ല, കോൺഗ്രസിനും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ നേരിടുന്നത് കോൺഗ്രസ് വികസനമല്ല പറയുന്നത്, മറിച്ച് ജമാഅത്ത് ഇസ്ലാമി എന്നുള്ള ലോക ഭീകര സംഘടന കൂടെ കൂട്ടിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കുന്നത്. ഒരു വശത്ത് കോൺഗ്രസ് ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടുമ്പോൾ ഞങ്ങൾ പ്രതിരോധിക്കാൻ CPM ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നുള്ള നിരോധിത സംഘടനയുടെ രാഷ്ട്രീയ മുഖമായ STPയെ കൂട്ടിക്കൊണ്ടാണ് വരുന്നത്. അല്ലാതെ അവർ രണ്ടു വഴിക്കാരും വികസനമല്ല പറയുന്നത്, വർഗീയതയാണ്, തീവ്ര വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേടുന്നത് 100% വികസനം പറഞ്ഞുകൊണ്ടാണ്. അതുതന്നെയാണ് ഒട്ടനവധി ജനകീയ വിഷയങ്ങൾ മണ്ഡലത്തിൽ പ്രധാന ചർച്ചയാണ് എന്നുള്ളതാണ് സ്ഥാനാർത്ഥി പറയുന്നത്. ഒപ്പം NDA വികസനം ചർച്ച ചെയ്യുമ്പോൾ ഇടത് വലത് മുന്നണികൾ പോപ്പുലർ ഫ്രണ്ടിനെയും അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായ SDPയെയും അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയെയും ഒക്കെ കൂട്ടുപിടിച്ച് ഏത് വിധേനയും അധികാരത്തിലെത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും സ്ഥാനാർത്ഥി വ്യക്തമാക്കുകയാണ്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.